വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ SCERT ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ജീവൻ്റെ കുഞ്ഞറകൾ എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്കറിയാം കോശങ്ങളുടെ കോശവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ സസ്യകോശങ്ങളാണെന്നുണ്ടെങ്കിലും ഏകകോശ ജീവികളുണ്ട്, ബഹുകോശ ജീവികളുണ്ട്, സസ്യകോശങ്ങളുണ്ട്, ജന്തുകോശങ്ങളുണ്ട്. പിന്നെ ഈ കോശങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ് കേട്ടോ. പിന്നെ എന്താണ് ഈ ഒരു ചാപ്റ്റർ കലകളെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. പോരാതെ തന്നെ PSC പഠിക്കുന്നവർക്കായിട്ട് സിലബസ് വൈസ് ആയിട്ട് നമുക്ക് ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ജീവൻ്റെ കുഞ്ഞറകൾ എന്നാണ്. കളിവീട് ഉണ്ടാക്കി കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്ത് രസമാണല്ലേ കളിവീട് നിർമ്മിക്കാൻ. കളിവീടുകൾ ഉണ്ടാക്കാനും കളിപ്പാഠങ്ങൾ നിർമ്മിക്കുവാനും നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല സാധനങ്ങളും നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന വിവിധ തര നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലേ? മതിൽ കിട്ടുന്നതും വീട് നിർമ്മിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ചിത്രങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഓരോ ബ്രിക്സുകൾ കൊണ്ട് എന്താണ് വീടുണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കളിവീടാണ് ഇവിടെ നിർമ്മിക്കുന്നത് അല്ലേ. ഇപ്പോഴത്തെ ചിത്രത്തിലാണെന്നുണ്ടെങ്കിലോ എന്താണ് കെട്ടിടമാണ് നിർമ്മിക്കുന്നത് അല്ലേ. ഇതുപോലെ നമ്മൾ ഒരു വീട് നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ അടിസ്ഥാനമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ടാണ് അതൊരു വീടായിട്ട് മാറുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കട്ടകൾ ചേർത്ത് വെച്ചാണ് കളിവീടും കെട്ടിടവും ഒക്കെ നിർമ്മിച്ചത്. ഇതുപോലെ ഏതെങ്കിലും അടിസ്ഥാന വസ്തു ഉപയോഗിച്ചാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഏതെങ്കിലും അടിസ്ഥാന വസ്തു ഉപയോഗിച്ചിട്ടായിരിക്കാം അല്ലേ. അപ്പോൾ കളിവീടാണെങ്കിലും കെട്ടിടവുമാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ്? ബ്രിക്സ് ആണ്, അവിടുത്തെ ഇഷ്ടികയാണ് അവിടുത്തെ അടിസ്ഥാന വസ്തു എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് കെട്ടിയിട്ടാണ് ഒരു വീടായിട്ട് മാറുന്നത് അല്ലേ. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ഏറ്റവും ചെറിയ പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം ഏതാണ്? കോശങ്ങളാണ്. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ്. ജീവനുള്ള വസ്തുക്കളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വസ്തുക്കളുടെ എല്ലാം അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്തായിരിക്കും? കോശം തന്നെയായിരിക്കും. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. ചെറുതും വലുതുമായ അനേകം ജീവികൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അവയുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ കോശങ്ങൾ എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കളുടെ എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണെന്ന് മനസ്സിലായി. മനുഷ്യരുടെ ആണെങ്കിലും ശരി, ജന്തുക്കളാണെന്നുണ്ടെങ്കിലൊക്കെ എന്താണ് ശരിയായിട്ടുള്ള അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇതാണ്, കോശങ്ങളാണ്. വീട് പണിയാൻ ഉപയോഗിച്ച കട്ടയും കളിവീടുണ്ടാക്കാൻ കുട്ടി ഉപയോഗിച്ച വ്യത്യസ്ത നിറത്തിലുള്ള കട്ടകളും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയും അല്ലേ. നമുക്ക് കാണാനായിട്ട് പറ്റുന്ന സാധനങ്ങളാണ് അല്ലേ. ഇപ്പോൾ കളിവീട് നിർമ്മിച്ചപ്പോൾ ഉണ്ടാക്കിയ കട്ട, ബ്രിക്സ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് കെട്ടിടം നിർമ്മിച്ചപ്പോൾ കട്ടയൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ലേ. പക്ഷേ അതിൻ്റെ സവിശേഷതകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ കോശങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയില്ല. ഇവ നമുക്ക് കാണുന്നത് എങ്ങനെയാണ്? എന്ത് വെച്ചിട്ടാണ്? മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് അല്ലേ. കോശങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടായിരിക്കാം ഇതിന് കാരണം? എന്തായിരിക്കും അതിന് കാരണം? അതുപോലെ തന്നെ ഏത് ഉപകരണം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കുക? എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ്? മൈക്രോസ്കോപ്പ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കോശങ്ങൾ അതിസൂക്ഷ്മങ്ങളാണ്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിരീക്ഷിക്കുവാനായിട്ട് കഴിയില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നാം നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ്? മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാനായിട്ട് നാം മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ചിത്രത്തിൽ ഓരോന്ന് തന്നിട്ടുണ്ട് അല്ലേ. മുകളിലെ ഭാഗം നമുക്ക് കാണുന്ന ഭാഗമാണ് അല്ലേ. അതാണ് ഐ പീസ് എന്ന് പറയുന്നത്. പിന്നെന്താണ് ഇവിടെ നമ്മൾ തിരിക്കുന്ന കണ്ടില്ലേ, നോബുകളുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ലെൻസ് വെക്കും. പിന്നെ നോക്കിയ സ്റ്റേജ്, ഇവിടെ നമുക്ക് എന്താണോ പദാർത്ഥം വെക്കേണ്ടത് ആ പദാർത്ഥം വെക്കും സ്റ്റേജിൽ. പിന്നെ കണ്ടൻസർ ഉണ്ട്, അതുപോലെ തന്നെ മിറർ ഉണ്ട് കേട്ടോ.
അപ്പോൾ മൈക്രോസ്കോപ്പിന് എന്തെല്ലാം ഭാഗങ്ങളുണ്ടെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതൊക്കെയാണ് ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, നോബുകൾ, സ്റ്റേജ്, ക്ലിപ്പുകൾ, കണ്ടൻസർ, മിറർ എന്നിവയൊക്കെയാണ് ഒരു മൈക്രോസ്കോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയാം അല്ലേ. ഇനി കോശങ്ങൾ നിരീക്ഷിക്കാം. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിലെ ചില കോശങ്ങൾ നിരീക്ഷിച്ചാലോ. അതായത് നമ്മൾ സാധാരണയായിട്ട് കോശങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നത് കവിളിൻ്റെ ഉൾവശത്തുള്ള കോശമാണ് നമ്മൾ എടുക്കാറ് സാധാരണയായിട്ട്. ഇപ്പോൾ ഇവിടെ എന്താണ് എടുത്തിരിക്കുന്നത്, ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. ടൂത്ത് പിക്ക് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കവിളിൻ്റെ കോശം എടുക്കുന്നത്. പിന്നെ സ്ലെയ്ഡ് ഉണ്ട്, മെത്തൈൻ ബ്ലൂ സ്റ്റെയിൻ ഉണ്ട്, അതുപോലെ തന്നെ കവർ ഗ്ലാസ് ഉണ്ട്. ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായിട്ട് കഴുകുക. ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കവിളിൻ്റെ ഉൾവശം മൃദുവായിട്ട് ചുരുണ്ട. ഈ കവിളിലെ കോശങ്ങൾ നമ്മൾ ഈ സ്ലൈഡിൻ്റെ മധ്യഭാഗത്ത് വയ്ക്കും. ഇതാണ് നമ്മുടെ സ്ലൈഡ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജില്ലേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളൊരു സ്ലൈഡ് വെക്കുന്നത് കേട്ടോ. ഈ സ്ലൈഡ് വെക്കും. ആ സ്ലൈഡിൽ ഒരു തുള്ളി മെഥിലൈൻ ബ്ലൂ സ്റ്റെയിൻ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കവർ ഗ്ലാസ് കൊണ്ട് മൂടാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇതിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിലൂടെയാണ് നമ്മൾ നോക്കുക. അപ്പം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കവിളിലെ കോശങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. എന്തായിരിക്കും കാണാനായിട്ട് പറ്റുക, നോക്കിയേ. ഇതാണ്, ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. നോക്കിയേ, ഇതാണ് കേട്ടോ കവിളിലെ കോശങ്ങൾ എന്ന് പറയുന്നതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അതിന് ഏതൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് ചിത്രത്തിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കൂ. ഏതൊക്കെ ഭാഗങ്ങളുണ്ട്, കോശദ്രവ്യമുണ്ട്, കോശസ്തരം ഉണ്ട് അല്ലേ, ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ കവിളിലെ കോശങ്ങളിൽ എന്തൊക്കെ കാണാനായിട്ട് പറ്റി, കോശദ്രവ്യം കാണാൻ പറ്റി. കോശസ്തരം, കോശദ്രവ്യം എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണുന്നുണ്ടല്ലോ, ഇതാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. കോശസ്തരം എന്ന് വെച്ചാൽ എന്താണ്, പുറമേയുള്ള ഭാഗത്തെയാണ് കോശസ്തരം എന്ന് പറയുന്നത്. പിന്നെ ഇതിനുള്ളിൽ കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ഡാർക്ക് കളറായിട്ട് കാണുന്നില്ല, ഇതിനെയാണെന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നിരീക്ഷിച്ചത് ജന്തുകോശമാണ് അല്ലേ. ഇനി സസ്യങ്ങളും ജീവനുള്ളവയല്ലേ, അതെ സസ്യങ്ങളും ജീവനുള്ളവയാണ്. അപ്പോൾ സസ്യങ്ങളെ നമുക്കിതുപോലെ നിരീക്ഷിക്കുവാനായിട്ട് പറ്റും. അതിനായിട്ട് ഉള്ളിലെ കോശങ്ങൾ എടുത്ത് നോക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികളാണ് ഉള്ളി, ബ്ലേഡ്, അതുപോലെ തന്നെ ഫോർസെപ്സ്, നീഡിൽ, വാച്ച് ഗ്ലാസ്, സഫാനിൻ സ്റ്റെയിന്, ഗ്ലിസറിൻ, ശുദ്ധജലം, കവർ ഗ്ലാസ്, ടിഷ്യൂ പേപ്പർ, സ്ലൈഡ്, കുറേ സാധനങ്ങൾ ആവശ്യമായിട്ട് വന്നു അല്ലേ. അതായത് ഒരു ഉള്ളിയിൽ നിന്ന് നോക്കിയേ, ഈ ഫോർസെപ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു നേരിയ പാലെടുക്കുന്നത്. ഫോർസെപ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് ഈ വാച്ച് ഗ്ലാസ്സിൽ വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചേർക്കും, സഫ്രാനിൻ എന്ന് പറയുന്നത് നേർപ്പിച്ച് സഫ്രാനിൻ സ്റ്റെയിലേക്ക് ഇടാണ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഈ സ്റ്റെയിൻ പിടിച്ച് 2 or 3 കഷ്ണം എടുത്ത് വാച്ച് ഗ്ലാസ്സിലെടുത്ത് ശുദ്ധജലത്തിലിടും. അപ്പോൾ സ്റ്റെയിൻ ആദ്യം തന്നെ മിക്സ് ചെയ്യാണ് സ്റ്റെയിൻ, അതിന് ശേഷമാണ് ശുദ്ധജലത്തിലിടുന്നത്. എന്നിട്ട് ഗ്ലിസറിൻ ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. കവർ കൊണ്ട് മൂടാണെന്നുണ്ടെങ്കിൽ നോക്കി, ഇതാണ് കാണാനായിട്ട് പറ്റും. ഉള്ളിലെ കോശങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അധികമുള്ള ഗ്ലിസറിനൊക്കെ തുടച്ച് മാറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് സസ്യങ്ങളിലും കോശങ്ങളുണ്ടെന്ന് മനസ്സിലായി. സസ്യങ്ങളിലും കോശങ്ങളുണ്ട്, തമ്മിൽ സാമ്യം ഉണ്ടായിരിക്കില്ലേ. നോക്കി ഇത് ഏകദേശം ചെറിയ സാമ്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ജന്തുകോശവുമായിട്ട് ചെറിയ സാമ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്, കോശമാണെന്ന് മനസ്സിലായി. അപ്പോൾ ആരാണ് റോബർട്ട് ഹുക്ക്? റോബർട്ട് ഹുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. 1665 റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. ഓക്ക് മരത്തിൽ നിന്നും എടുത്ത കോർക്കിൻ്റെ ഒരു ചെറിയ ഭാഗം സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം നിരീക്ഷിച്ചു. ഇതിൽ ചെറിയ അറകൾ പോലെയുള്ള ധാരാളം ഭാഗങ്ങൾ കണ്ടു. അദ്ദേഹം അതിനെ സെല്ല എന്ന് വിളിച്ചു. സെല്ല എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നാണ്. ഇന്ന് നമ്മൾ അതിനെ കോശം എന്ന് വിളിക്കുന്നു. അതായത് റോബർട്ട് ഹുക്ക് തേക്കിൻ മരം ഇല്ല, ഈ തേക്കല്ല, ഓക്ക് മരത്തിൽ നിന്നും ഒരു കോർക്കിൻ്റെ ചെറിയൊരു ഭാഗം എടുത്തിട്ട് നിരീക്ഷിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നിരീക്ഷിച്ചപ്പോൾ എന്ത് കണ്ടു, ചെറിയ ചെറിയ അറകൾ പോലെയുള്ള ഭാഗങ്ങൾ കണ്ടു. നമ്മൾ കണ്ടില്ലേ, ഇതുപോലെയുള്ള ചെറിയ ചെറിയ അറകൾ പോലെയുള്ള ഭാഗങ്ങൾ കണ്ടു. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് അദ്ദേഹം ഒരു ചെറിയ മുറി എന്ന അർത്ഥത്തിൽ വരുന്ന സെല്ല എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സെല്ല എന്ന് പറയുന്നതാണ് പിന്നീട് സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്ന പേരിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയതെന്ന് പഠിച്ചു വെച്ചിരിക്കാം. നോക്കിയേ, ഒരു തുള്ളി ജലത്തിലെ അത്ഭുത ലോകം. നമ്മളൊരു ജലം നോക്കുകയാണ്.
ജലം ഒരു തുള്ളി ജലം നോക്കുകയാണെങ്കിൽ നമുക്കതിൽ എന്തെങ്കിലും കാണാനായിട്ട് പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുന്നത് പാടത്ത് നിന്നോ കുളത്തിൽ നിന്നൊക്കെ ശേഖരിക്കുന്ന വെള്ളമാണ് എടുത്തിട്ടുള്ളത്. മൈക്രോസ്കോപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കവർ ഗ്ലാസ് ഉണ്ട്, വൈക്കോലിട്ട് തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. വൈക്കോലിട്ട് തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ടുണ്ട്, അതുപോലെ പാടത്ത് നിന്നോ കുളത്തിൽ നിന്നോ ശേഖരിച്ച വെള്ളം എടുത്തിട്ടുണ്ട്, സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈക്കോലിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് പാടത്ത് നിന്നോ കുളത്തിൽ നിന്നോ ശേഖരിച്ച കുറച്ച് വെള്ളം ഒഴിക്കാം. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വേറെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്, പാടത്ത് നിന്നെടുത്ത വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് 4-5 ദിവസങ്ങൾക്ക് ശേഷം ഒരു തുള്ളി ജലം സ്ലൈഡിൽ എടുക്കുക. അതായത് 5-6 ദിവസം വെക്കുന്നുണ്ട് ആ വെള്ളം. അതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സൂക്ഷ്മജീവികളെ കാണാനായിട്ട് പറ്റാം അല്ലേ. പാരമീസിയം, അമീബ, യുഗ്ലീന എന്ന് പറയുന്ന കോശങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്താണ്, സൂക്ഷ്മജീവികളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ സൂക്ഷ്മജീവികളുടെ ശരീരം നിർമ്മിച്ചത് കൊണ്ടാണ്, കോശം കൊണ്ടാണ്. ഈ സൂക്ഷ്മജീവികളെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശം കൊണ്ടാണ് എന്ന് നമുക്ക് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഏകകോശ ജീവികൾ എന്ന് വെച്ചാൽ അതാണ് പറഞ്ഞു വരുന്നത്. ഏകകോശ ജീവികൾ എന്ന് വെച്ചാൽ ഒരു കോശം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് കാണിച്ചിട്ടുള്ള പിക്ചറിൽ പാരമീസിയ ഉണ്ട്, അമീബ ഉണ്ട്, യൂഗ്ലീന ഉണ്ട് അല്ലേ. ഇവയൊക്കെ എന്താണ്, ഏകകോശ ജീവികളാണ്. അതായത് ഒരു കോശം മാത്രമാണ് ഇവർക്കുള്ളത്, ഒരു കോശം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവികളെ ഏകകോശ ജീവികൾ എന്ന് വിളിക്കും. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് നമുക്ക് അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയില്ല. കോശങ്ങളുടെ എണ്ണം അവിടെ കുറവാണ്. അവർക്ക് എന്താണ്, കോശങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറവാണ്. അതിനാൽ തന്നെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് ഇല്ല. അപ്പോൾ ഏകകോശ ജീവികൾ ഏതൊക്കെയാണ്? അമീബയുണ്ട്, അതുപോലെ തന്നെ പാരമീസിയ ഉണ്ട് അല്ലേ, പാരമീസിയം. പിന്നെ എന്താണ് കണ്ടുപിടിച്ചത്, യൂഗ്ലീന എന്ന് പറഞ്ഞു അല്ലേ. യൂഗ്ലീന എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഏകകോശ ജീവികളാണ്. യൂഗ്ലീന എന്ന് പറയുന്നത് എന്താണ്, ഏകകോശ ജീവികളാണ്. അപ്പോൾ ഏകകോശ ജീവികൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കോശം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അത് കുറച്ച് കോശങ്ങളുള്ളൂ അല്ലേ. ഏകകോശ ജീവികൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കോശം മാത്രമേ ഉള്ളൂ. ഇതിൽ കോശങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറവാണ്. അതിനാൽ തന്നെ നമുക്ക് ഇവ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഏകകോശ ജീവികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്, അമീബ, യൂഗ്ലീന, പാരമീസിയമാണ്. ഇനി ബഹുകോശ ജീവികൾ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് നമുക്ക് തന്നിട്ടുണ്ട്. നാടവിര, കുളയെട്ട, പാറ്റ, ഇവയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ. നക്ഷത്ര മത്സ്യം, തവള, പരുന്ത്, ഓന്ത്, ആന, ഇവയൊക്കെ എന്താണ്, നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും, ഇവർക്ക് കുറേ കോശങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇവയാണെന്ന് പറയുന്നത് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ ബഹുകോശ ജീവികൾ എന്ന് വെച്ചാൽ എന്താണ്, ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളെയാണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. ബഹുകോശ ജീവികൾ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, കുറേ കോശങ്ങളുണ്ട് അല്ലേ. ഒന്നിലധികം കോശങ്ങളുള്ള ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളെയാണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. ധാരാളം കോശങ്ങളുള്ള ബഹുകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ എന്നാൽ നമ്മൾ പറഞ്ഞു വന്നത് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നോക്കി അല്ലേ. നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ നമുക്ക് കോശസ്തരം കാണാം, കോശദ്രവ്യം കാണാനായിട്ട് പറ്റും, ന്യൂക്ലിയസ് ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് സൂക്ഷ്മ ജീവികളെ കണ്ടു അല്ലേ. അപ്പോൾ ഇതിൽ ഏകകോശ ജീവികളുണ്ട്, ബഹുകോശ ജീവികളുണ്ട്. ഏകകോശ ജീവികൾ നമുക്ക് കാണാനായിട്ട് കഴിയില്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയില്ല. നമുക്ക് കാണാനായിട്ട് കഴിയും, പക്ഷെ നാളെ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ കാണുക നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. അതിന് എക്സാമ്പിളാണ് അമീബി, യൂഗ്ലീന, പാരമീസിയം ഒക്കെ. ബഹുകോശ ജീവികളാണെന്നുണ്ടെങ്കിൽ ഒന്നിലധികം കോശങ്ങളുണ്ട്, അതിനാൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ബഹുകോശ ജീവികളാണ് എന്ന് നമുക്ക് മനസ്സിലായി. ബഹുകോശ ജീവികളും ഏകകോശ ജീവികളും തമ്മിൽ സാമ്യങ്ങളുണ്ടോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ചലനം, പോഷണം, ശ്വസനം, പിന്നെന്താണ്, ദഹനം നടക്കുന്നില്ലേ, ദഹനം നടക്കുന്നുണ്ട്. പിന്നെന്താണ്, വിസർജനം നടക്കുന്നുണ്ട് അല്ലേ, ദഹനം, വിസർജനം. പിന്നെന്താണ്, പുനരുൽപാദനം എന്നിവയൊക്കെ എന്താണ്, ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളാണ്. ചലനം, പോഷണം, ശ്വസനം, ദഹനം, വിസർജനം, പുനരുൽപാദനം എന്നിവയാണ്.
ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളുടേതുപോലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ? ഏകകോശ ജീവികളിൽ ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്. ബഹുകോശ ജീവികളിൽ നടക്കുന്ന എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും ഏകകോശ ജീവികളിലും നടക്കുന്നുണ്ട്. ഏകകോശ ജീവികളിൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് ഒരു കോശമായിരിക്കും. ഒരു കോശം തന്നെയാണ് ഏകകോശ ജീവികളിൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ബഹുകോശ ജീവികളാണെന്നുണ്ടെങ്കിൽ കുറേ കോശങ്ങളുണ്ട്. അപ്പോൾ എന്താണ്, കുറേ ഓരോന്നിനും വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കോശങ്ങളുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു തരുന്നത്? ഇവിടെ എന്താ പറഞ്ഞത്? ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളിലും എന്ന് നടക്കുന്നുണ്ട് ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഏകകോശ ജീവികളിൽ ഒരു കോശം മാത്രമേ ഉള്ളൂ. അതിനാൽ ആ ഒരു കോശത്തിൽ തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഒരു കോശം ഏറെ വിശേഷം. ബഹുകോശ ജീവികളിൽ നടക്കുന്ന എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും ഏകകോശ ജീവികളിലും നടക്കുന്നുണ്ട്. ഏകകോശ ജീവികളിൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നത് ഒരു കോശമാണ്. അപ്പോൾ ഏകകോശ ജീവികളും ബഹുകോശ ജീവികളെയും കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഏകകോശ ജീവികളെ കുറിച്ചിട്ട് ഒരു കോശം മാത്രമാണുള്ളത്. എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഏകകോശ ജീവികൾ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല അല്ലേ? നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ലളിതമായ ശരീരഘടനയാണ് അല്ലേ? നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ടുള്ള ശരീരഘടനയാണ്, ലളിതമായ ശരീരഘടനയാണ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യുഗ്ലിൻ എന്നിവയാണ് ഏകകോശ ജീവികൾ. ഇനി ബഹുകോശ ജീവികൾ എന്ന് വെച്ചാലോ, ശരീരം ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതമാണ്. അതുപോലെ തന്നെ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ട് അല്ലേ? ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയില്ലേ എന്നാണ് പറയുന്നത്. നമുക്ക് നഗ്നനേത്രം, അതായത് നമുക്ക് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വേറെ ഒന്നും ഉപയോഗിച്ച് കാണേണ്ട സാഹചര്യം വരുന്നില്ല. കാരണം കുറേ കോശങ്ങളുണ്ട് അല്ലേ? അപ്പം നമുക്ക് നേരിട്ട് കാണാനായിട്ട് കഴിയും. പിന്നെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ശരീരഘടനയാണ് അല്ലേ വരുന്നത്, സിമ്പിൾ ആയിട്ടുള്ളതല്ല അല്ലേ? അപ്പം അങ്ങനെ പറയാം. പിന്നെന്താണ് പറയാം, അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞു അല്ലേ? കുറച്ച് ജീവികൾ, മനുഷ്യരാണെന്നുണ്ടെങ്കിലും ശരി, അതുപോലെ തന്നെ നാടവിര, കുളയട്ട, പാറ്റ, തവള, മത്സ്യം, നക്ഷത്ര മത്സ്യം, പരുന്ത്, ഊന്ത്, ആനയൊക്കെ എന്താണ്? ബഹുകോശ ജീവികളാണ്. ഇനി കോശത്തിനുള്ളിലേക്ക് നമുക്ക് കടന്നു പോയാലോ? കയറാം അല്ലേ? ഏകകോശ ജീവികളിലെയും ബഹുകോശ ജീവികളിലെയും കോശങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് തിരിച്ചറിഞ്ഞല്ലോ. കോശങ്ങളുടെ ഉൾഭാഗം എങ്ങനെയായിരിക്കും? രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ഈ കോശങ്ങൾക്കുള്ളിൽ ഓരോ ധർമ്മം നിർവഹിക്കുവാനും പ്രത്യേക അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഇവയാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. കോശാംഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഓരോ ധർമ്മം നിർവഹിക്കുന്നതിനായിട്ടും പ്രത്യേക അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതായത് നമുക്കൊരു ക്ലാസ് മുറി പോലെയാണ് ഈ കോശം എന്ന് വിചാരിക്കാം. നമുക്കറിയാം നമ്മുടെ ക്ലാസ് മുറിയിൽ എന്തൊക്കെയുണ്ട്? ബോർഡ് ഉണ്ട്, ഡെസ്ക് ഉണ്ട്, ഫാൻ ഉണ്ട്, ബെഞ്ച് ഉണ്ട് എന്നിവയൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവരുടെയൊക്കെ ഉപയോഗങ്ങൾ ഒന്നാണോ? അല്ല അല്ലേ? ബോർഡിലാണെന്നെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത്. ഇത് ബോർഡിൻ്റേതായിട്ടുള്ള അല്ലേ? ബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ എഴുതാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫാൻ ഇത് നമുക്ക് കാറ്റ് കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞു വരുന്നത്. ബെഞ്ചാണെങ്കിൽ നമ്മൾ ഇരിക്കാനല്ലേ, നിൽക്കാനാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഡെസ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുസ്തകം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റ് കിട്ടുന്നതിനായിട്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ധർമ്മങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇല്ലേ? നമ്മുടെ ഒരു ക്ലാസ് മുറി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോന്നിനും ഓരോ ധർമ്മങ്ങൾ ഉണ്ടെന്ന്. അതുപോലെ തന്നെയാണ് ഓരോ കോശങ്ങളിലും എന്താണ്? ഓരോ കോശാംഗങ്ങൾക്കും ഓരോ എന്തുണ്ടായിരിക്കും? ധർമ്മങ്ങൾ ഉണ്ടായിരിക്കും. ഇവരുടെ ഉപയോഗങ്ങളെല്ലാം ഒന്നാണോ? എല്ലാം നമ്മൾ പറഞ്ഞു. ഓരോന്നും വ്യത്യസ്തമായ ഉപയോഗമാണ്. അതുപോലെ കോശങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളും വ്യത്യസ്തമാണ്. ഇവയുടെ ധർമ്മവും വ്യത്യാസമാണ്. കോശാംഗങ്ങളെ പറ്റി നമുക്ക് കൂടുതലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി, ഇതാണ് ഏകകോശ ജീവി, ഇതാണ് ബഹുകോശ ജീവികളിലെ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കോശം. കോശത്തിനൊരു അതിര് കാണുന്നില്ലേ? ഇല്ലേ? ഇതാണ് അതിര്. അതായത് അതിരെന്ന് വെച്ചാൽ എന്താണ്? പുറമേയുള്ള ഭാഗം അല്ലേ? അതാണ് എന്ന് പറയുന്നത് കോശസ്തരം എന്ന് പറയുന്നത്. പുറമേയുള്ള ഭാഗത്തെയാണെന്ന് പറയുന്നത് കോശസ്തരം എന്ന് പറയുന്നത്. ഓക്കെ, പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം എന്ന് പറയുന്നത്. ഇതിനെ നടുക്ക് കാണുന്നില്ലേ ഒരു ഓറഞ്ച് കളറിൻ്റെ ഉള്ളിൽ? ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്.
പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതാ കോശസ്തരം പറഞ്ഞു. കോശസ്തരത്തിനുള്ളിൽ ഇങ്ങനെ കുറേ കുഞ്ഞു 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 കുത്തുകളിട്ട് വിചാരിക്കും. കോശസ്തരത്തിനുള്ളിലുള്ള ഒരു അറേയാണെന്ന് പറയുന്നത് കോശദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ കോശസ്തരം എന്ന് പറയുന്നത് പുറത്തെ ഭാഗമാണെന്ന് പറഞ്ഞു. ഉള്ളിലുള്ളതാണ് കോശസ്തരം എന്ന് പറഞ്ഞു, അല്ല കോശദ്രവ്യം എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇല്ലേ, കുറച്ച് വലക്കണ്ടകൾ പോലെ എന്നൊക്കെ പറയാം അല്ലെ, ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. മൈറ്റോകോൺട്രിയ നമുക്ക് കാണാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ, കാണാനായിട്ട് പറ്റുന്നുണ്ട്. റൈബോസോം കാണുന്നുണ്ട്, ന്യൂക്ലിയസ് കാണുന്നുണ്ട്, ഫേനം കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജന്തുകോശം. അപ്പോൾ ജന്തുകോശത്തിൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായി. ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ എന്താണ് കോശദ്രവ്യമുണ്ട്, കോശസ്തരം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, റൈബോസോം, ഫേനം എന്നിവയൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എന്താണ് ഓരോ ധർമ്മങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കോശത്തിൻ്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും. കോശത്തിൻ്റെ ഭാഗങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ജന്തുകോശങ്ങളുടെ വിവിധ ഭാഗങ്ങളും അവ നിർവഹിക്കുന്ന ധർമ്മവും നോക്കാം. കോശസ്തരം എന്ന് വെച്ചാൽ കോശത്തിനെ ആവരണം ചെയ്യുന്ന ഭാഗമാണ് കോശസ്തരം എന്ന് പറയുന്നത്. അതായത് നാം പറഞ്ഞു അല്ലേ, ഇതാണ് കോശം എന്നുണ്ടെങ്കിൽ ഇതിനെ ആവരണമുണ്ടല്ലോ, അതിനെയാണ് കോശത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കോശത്തിൻ്റെ ആവരണ ഭാഗത്തെയാണെന്ന് പറയുന്നത് കോശസ്തരം എന്ന് പറയുന്നത്. ഇനി കോശദ്രവ്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ കോശസ്തരത്തിനുള്ളിൽ എന്തുണ്ടെന്ന്, ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ കോശത്തിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസ് കൂട്ടാതെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ന്യൂക്ലിയസ് കൂട്ടാതെ വരുന്ന ഭാഗത്തെയാണെന്ന് പറയുന്നത് കോശദ്രവ്യം എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്ന എന്താണ്, കോശദ്രവ്യമാണ്. ഈ ന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിൽ കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ന്യൂക്ലിയസ്. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഫേനമാണെന്നുണ്ടെങ്കിലോ ഫേനം ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നതാണ് ഫേനം. ഫേനം എന്ന് വെച്ചാൽ എന്താണ്, ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നു. ഇനി റൈബോസോം എന്ന് വെച്ചാൽ എന്താണ്, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. റൈബോസോമിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി വർത്തിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്, സഞ്ചാരപാതയായി വർത്തിക്കുന്നു. മൈറ്റോകോൺട്രിയോൺ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചത്, കോശസ്തരം നമ്മൾ പറഞ്ഞു. കോശസ്തരം എന്ന് വെച്ചാൽ എന്താണ്, കോശത്തിനെ ആവരണം ചെയ്യുന്നതാണ്. കോശസ്തരം എന്ന് പറയുന്നത് എന്താണ്, കോശത്തിനെ ആവരണം ചെയ്യുന്നതാണ്. ഇതിനുള്ളിൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗങ്ങളെ നിലനിർത്തുന്നതിനായിട്ടാണ് കോശദ്രവ്യം സഹായിക്കുന്നത് അല്ലേ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വെച്ചാൽ എന്താണ്, സഞ്ചാരപാതയാണെന്ന് പറഞ്ഞു അല്ലേ, സഞ്ചാരപാതയായിട്ട് വർദ്ധിക്കുന്നു. ഇനി മൈറ്റോകോൺട്രിയ എന്ന് വെച്ചാൽ എന്താണ്, മൈറ്റോകോൺട്രിയ എന്ന് വെച്ചാൽ എന്താണ്, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. മൈറ്റോകോൺട്രിയ എന്താണ് ചെയ്യുന്നത്, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു അല്ലേ. പവർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇതാണ് മൈറ്റോകോൺട്രിയാണ്. പിന്നെ നമ്മൾ പറയുന്നത് റൈബോസോം എന്ന് വെച്ചാൽ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. റൈബോസോം എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്, പ്രോട്ടീനാണ്. റൈബോസോം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു, മൈറ്റോകോൺട്രിയ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ന്യൂക്ലിയസ് എന്താണ്, കോശത്തിനുള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ആരാണ്, ന്യൂക്ലിയസ് ആണ്. ഇനി ഫേനമാണെന്നുണ്ടെങ്കിൽ ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയൊക്കെ സംഭരിക്കുന്നത് ആരാണ്, ഫേനമാണ്. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞല്ലോ. കോശസ്തരം എന്താണെന്ന് പറഞ്ഞു, കോശദ്രവ്യം, ന്യൂക്ലിയസ്, ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ എന്നിവയൊക്കെയാണ് എന്തിലുള്ളത്, ജന്തുകോശത്തിലുള്ളത്. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താലോ നോക്കാം. കോശസ്തരത്തിൻ്റെ ധർമ്മം എന്താണ്, കോശസ്തരത്തിൻ്റെ ധർമ്മം എന്താണ്, ആവരണം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യണം. കോശത്തിനെ ആവരണം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യണം. ഇനി കോശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്, ന്യൂക്ലിയസ് ആണ് അല്ലേ. ന്യൂക്ലിയസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, മർമ്മമാണെന്ന് പറയാം, ന്യൂക്ലിയസ് ആണ്. കോശത്തിൻ്റെ ഊർജ്ജനിലമായി പ്രവർത്തിക്കുന്ന കോശാംഗം ഏതാണ്, മൈറ്റോകോൺട്രിയ ആണ് അല്ലേ, മൈറ്റോകോൺട്രിയ ആണ്. ഇനി കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായിട്ട് പ്രവർത്തിക്കുന്ന കോശാംഗം ഏതാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് അല്ലേ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇനി ഫേനത്തിൻ്റെയും റൈബോസോമിൻ്റെയും ധർമ്മത്തിലുള്ള വ്യത്യാസം എന്താണ്. ഫേനം എന്ന് വെച്ചാൽ എന്താണ് ചെയ്യുന്നത്, ഫേനം എന്ന് വെച്ചാൽ എന്താണ്, ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ സംഭരിക്കുകയാണ് ചെയ്യുന്നത്. റൈബോസോം എന്താണ് ചെയ്യുന്നത്, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. റൈബോസോം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജന്തുകോശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സസ്യകോശത്തിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ സസ്യകോശം എന്ന് പറയുന്നത്. സസ്യകോശത്തിൽ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, കോശഭിത്തി കാണുന്നുണ്ടല്ലോ. നമ്മൾ ജന്തുകോശത്തിൽ കോശഭിത്തി കണ്ടോ, ഇല്ല. കോശദ്രവ്യം കണ്ടു, കോശസ്തരം കണ്ടു, പക്ഷെ കോശഭിത്തി കണ്ടിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, കോശഭിത്തിയും ഉണ്ട്, അതുപോലെ തന്നെ കോശസ്തരവും ഉണ്ട്. ഓക്കെ, അപ്പോൾ കോശഭിത്തിയും ഉണ്ട്, ഇവിടെ കോശസ്തരവും ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ എന്താണ്, ന്യൂക്ലിയസ് ഉണ്ടോ, ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, മൈറ്റോകോൺട്രിയോൺ ഉണ്ട്, റൈബോസോം ഉണ്ട്, ഫേനം ഉണ്ട്, പിന്നെന്താണ്
കോശദ്രവ്യമുണ്ട്. ഇവയൊക്കെ എന്താണ് നമ്മൾ എന്ത് കണ്ടതാണ്? ജന്തുകോശങ്ങളിലും കണ്ടതാണ്. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ. സസ്യകോശം കാണുന്നുണ്ടെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് കാണുന്നതായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കോശഭിത്തിയും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജന്തുകോശത്തിലില്ലാതെ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റ് ആണ്. ജന്തുകോശങ്ങളിലാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഭാഗവും നമ്മൾ കണ്ടു അല്ലേ? മൈറ്റോകോൺഡ്രിയം, റൈബോസം, കോശസ്തരം, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, ഫേനം എന്നിവയൊക്കെ എന്താണ്? ജന്തുകോശത്തിൽ കണ്ടതാണ്. പക്ഷേ സസ്യകോശത്തിലുള്ളതും ജന്തുകോശത്തിലില്ലാത്തതുമായിട്ടുള്ള ഭാഗം ചോദിക്കാറുണ്ട്. ഏതാണ്? കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റുമാണ്. കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ധർമ്മങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ കോശഭിത്തിയുടെയും ക്ലോറോപ്ലാസ്റ്റിൻ്റെയും ധർമ്മം മാത്രം പഠിച്ചാൽ പോരെ അല്ലേ? കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റ് ആണ് എന്തിലില്ലാത്തത്? ജന്തുകോശത്തിലില്ലാത്തത്. കോശഭിത്തി എന്ന് പറയുന്നത് കോശത്തെ സംരക്ഷിക്കുകയെ തന്നെയാണ് ചെയ്യുന്നത്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ക്ലോറോപ്ലാസ്റ്റ് എന്തിന് സഹായിക്കുന്നു? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലോറോപ്ലാസ്റ്റ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. കോശഭിത്തി കോശത്തെ സംരക്ഷിക്കുന്നു. കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗമാണ് ന്യൂക്ലിയസ്. കോശദ്രവ്യത്തിലെ ഫാനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയം, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന മറ്റു കോശാംഗങ്ങളും കാണപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് സസ്യകോശം ജന്തുകോശം തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും നോക്കിയാലോ? സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള സാമ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമുക്കറിയുന്നത്? കോശത്തിനുള്ളിൽ പ്രധാനമായിട്ടും എന്തുണ്ട്? സാമ്യങ്ങൾ നോക്കാട്ടെ. ഫസ്റ്റ് തന്നെ എന്താണ്? 2 കോശം നോക്കിയപ്പോൾ നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞു? ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന് ധർമ്മം കൂടി എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ 2ലും എന്തുണ്ട്? ബാക്കി കോശസ്തരം, കോശദ്രവ്യം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയം, റൈബോസോം, ഫേനം എന്നിവയൊക്കെ സസ്യകോശത്തിലും ജന്തുകോശത്തിലുമുണ്ട്. ഇനി ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്? ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്ന പോലെ കോശസ്തരങ്ങൾ എന്തിനുണ്ട്? കോശസ്തരങ്ങൾ സസ്യകോശങ്ങൾക്കുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ടത് എന്താണ്? കോശഭിത്തി ഉണ്ട്. കോശഭിത്തി എന്തിലുണ്ട്? സസ്യകോശത്തിൽ കോശഭിത്തിയുണ്ട്. അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അതെന്തിലില്ല? ജന്തുകോശത്തിലില്ല. അപ്പോൾ കോശഭിത്തിയുണ്ട് സസ്യകോശങ്ങളിൽ. ജന്തുകോശങ്ങളിൽ എന്തില്ല? കോശഭിത്തിയില്ല, പക്ഷേ കോശസ്ഥാനമുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ സസ്യകോശത്തിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ജന്തുകോശത്തിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. സസ്യകോശങ്ങളിൽ ഫേനം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഓക്കെ, ഫേനം എന്ന് പറയുന്നത് എന്താണ്? വലുതാണ് എന്ന് പഠിച്ചിരിക്കുക. ഫേനം നോക്കി സസ്യകോശങ്ങളിൽ വലുതാണ്. ജന്തുകോശങ്ങളിൽ ഇത് ചെറുതായിട്ടായിരുന്നു കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. നോക്കി, ഫേനം ചെറിയ കോശമായിട്ടാണ് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതും പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആയില്ല? ഇനി കോശമാതൃക നിർമ്മിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതും വലുതിലേക്ക് കിടക്കാം. ചെറിയ കെട്ടിടങ്ങൾക്ക് ചെറിയ കട്ടയും വലിയ കെട്ടിടങ്ങൾക്ക് വലിയ കട്ടയുമാണോ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? അല്ല അല്ലേ? ഒരേ വലിപ്പമുള്ള കട്ടകളാണ് ഉപയോഗിക്കുന്നത്. ചെറിയ വീടുണ്ടാക്കാൻ കട്ടകളുടെ എണ്ണത്തിലാണ് അവിടെ കുറവ് വരുന്നത്. വലിയ കട്ട ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് വേണം. ചെറിയ വീടുണ്ടാക്കുന്നതിനായിട്ട് എന്താണ് കട്ടകളുടെ എണ്ണം കുറവ് മതി. അതുപോലെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വലിപ്പം കൂടുന്നത് കൊണ്ടല്ല, മറിച്ച് അവയുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ നമ്മൾ വളരുന്നത് എന്തുകൊണ്ടായിരിക്കാം? കോശത്തിൽ ഈ കോശം നമുക്ക് വലുതായിട്ട് വരും എന്നതുകൊണ്ടല്ല നമ്മൾ വളരുന്നത്. നേരെ മറിച്ച് കോശത്തിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് വളരുന്നത്. അപ്പോൾ ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ജീവികളിൽ വലിപ്പ വ്യത്യാസത്തിന് കാരണം. ഇനി കോശങ്ങൾ പലതരമുണ്ട്. ശരീരം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ തരം കോശങ്ങളാണോ കാണപ്പെടുക? അല്ല. കണ്ണും കൈയും കാലും ഒക്കെ നമ്മുടെ ശരീരഭാഗത്തുണ്ട്. എല്ലായിടത്തും ഒരേ കോശങ്ങളാണോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ചിട്ട് രക്തകോശങ്ങൾ, നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ എന്ന് പറയുന്ന 3 കോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? രക്തകോശങ്ങൾ, നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ.
മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ എന്നിങ്ങനെ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ഇവയുടെ എല്ലാം ധർമ്മങ്ങൾ ഒരുപോലെയല്ല, ആകൃതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും കുറേ കോശങ്ങളുണ്ട്. അതിൽ നമ്മൾ എടുത്തു പറയുന്ന കോശങ്ങളാണ് നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ എന്നിവയൊക്കെ. അപ്പോൾ ഇവയ്ക്കൊക്കെ എന്താണ് അവരുടേതായിട്ടുള്ള കുറേ ധർമ്മങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ആകൃതിയും എല്ലാത്തിലും വ്യത്യസ്തമായിരിക്കും. ഇനി കോശങ്ങളെല്ലാം കൂടിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കും? കലകൾ ഉണ്ടാകും. അതാണ് പറഞ്ഞു വരുന്നത്. സമാനമായ ആകൃതിയുള്ളവയും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ കുറേ കലകളുണ്ട്. കുറേ കോശങ്ങളുണ്ട് അല്ലേ. കോശങ്ങൾ എണ്ണം കൂടുതലാണെന്ന് പറഞ്ഞു. എല്ലാത്തിനും വ്യത്യസ്തമായ ആകൃതിയാണെന്ന് പറഞ്ഞു. അതിന് സെയിമായിട്ടുള്ള ആകൃതിയും സെയിമായിട്ടുള്ള ധർമ്മം ഉള്ള കോശങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? അവിടെ കലകൾ ഉണ്ടാകും. അപ്പോൾ സമാനമായ ആകൃതിയുള്ളതും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തിൽ ാണെന്ന് വിളിക്കുന്നത് കലകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കലകൾ പലതരമുണ്ട്. ജന്തുക്കളിലാണെന്നുണ്ടെങ്കിൽ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണ് ത്വക്ക് എന്ന് പറയുന്നത് അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താണ്? കോശങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ്. ഇവയാണ് ആവരണ കലകൾ. അപ്പോൾ ആവരണ കലകൾ എന്ന് വെച്ചാൽ എക്സാമ്പിൾ എന്താണ്? ത്വക്കാന്ന് പറയാം. ആവരണം എന്ന് വെച്ചാൽ എന്താണ്? പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നാഡീകോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് നാഡീകലകൾ ഉണ്ടാകുന്നത്. പേശീകോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് പേശീകലകൾ ഉണ്ടാകുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട കുറേ കലകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ആവരണ കലകൾ എന്ന് വെച്ചാൽ ത്വക്കാണ് എക്സാമ്പിൾ, പൊതിഞ്ഞ് കാണപ്പെടുന്ന ശരീരഭാഗമാണ്. നാഡീകലകൾ എന്ന് വെച്ചാൽ നാഡീ കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് നാഡീകലകൾ ഉണ്ടാകുന്നത്. പേശീകോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് പേശീകലകൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഇവയെല്ലാം കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്ന അവയവം ഉണ്ടാകുന്നത് അല്ലേ. അങ്ങനെ പറയാം അല്ലേ. ഇനി കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു. അനേകം കലകൾ ചേർന്ന് എന്തുണ്ടാകുന്നു? കലകൾ ചേർന്ന് വിവിധ അവയവങ്ങൾ ഉണ്ടാകുന്നു. അതിന് എക്സാമ്പിളാണ് കരളും ഹൃദയമൊക്കെ എന്താണ്? അവയവങ്ങളാണ്. ഇനി നമുക്ക് അവയവ വ്യവസ്ഥ നോക്കിയാലോ. അപ്പം അവയവങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മുടെ ശരീരത്തിലെ ഇവിടെ നമുക്ക് ശ്വസന വ്യവസ്ഥ നമുക്ക് തന്നിട്ടുണ്ട്. ശ്വസന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ശ്വാസനാളം, നാസാരന്ധ്രം, ശ്വാസകോശം എന്നിവ അല്ലേ. ശ്വസന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ അവയവ വ്യവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? അവയവ വ്യവസ്ഥ എന്ന് വെച്ചാൽ നോക്കാം. വ്യത്യസ്ത അവയവങ്ങൾ ഏകോപനത്തോടെ പ്രവർത്തിച്ച് അവയവ വ്യവസ്ഥയായി മാറുന്നു. വ്യത്യസ്ത അവയവങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നത്. ശ്വാസകോശം എന്ന് പറയുന്നത് എന്താണ്? ഒരു അവയവമാണ്. അപ്പോൾ നമുക്ക് അവയവമാണ് എന്ന് ചോദിച്ചതിന് ആൻസർ കിട്ടി. ശ്വാസകോശം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു അവയവമാണ്. അതുപോലെ നാസ്യാരന്ധ്രങ്ങളും ശ്വാസനാളവും ഒക്കെ എന്താണ്? അവയവങ്ങളാണ്. ഇവ ചേർന്നിട്ടാണ് ശ്വസന വ്യവസ്ഥയാകുന്നത്. നാസാരന്ധ്രങ്ങളും ശ്വാസനാളവും അതുപോലെ തന്നെ ശ്വാസകോശമൊക്കെ ചേർന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ശ്വസന വ്യവസ്ഥയാകുന്നത്. രക്തപര്യന വ്യവസ്ഥ മറ്റൊരു അവയവ വ്യവസ്ഥയാണ്. അപ്പോൾ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു അവയവ വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു അവയവ വ്യവസ്ഥയാണ്. ഇതുപോലെ വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ ചേർന്നിട്ടാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? കോശങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു ഈ ചാപ്റ്ററിൽ. കോശങ്ങൾ കൂടി ചേർന്നിട്ട് അനേകം കോശങ്ങൾ കൂടി ചേർന്ന് കലകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. കുറേ കലകൾ ചേർന്നിട്ട് അവയവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഈ അവയവങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അത് എന്തായിട്ട് കുറേ അവയവ വ്യവസ്ഥകൾ എന്താണ് ഒരു ജീവിയിലുണ്ട് അല്ലേ. കുറേ അവയവ വ്യവസ്ഥകൾ കൂടി ചേർന്നിട്ടാണ് ജീവിയാകുന്നതെന്ന് പറഞ്ഞു. അതാണ് അവിടെ ഫ്ലോ ചാർട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് എഴുതാം? കോശം, അതുപോലെ തന്നെ കലകൾ, പിന്നെന്താണ് അവയവങ്ങൾ. അവയവങ്ങൾ കൂടി ചേർന്നിട്ടാണ് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നത്. അതിനുശേഷം എന്താണ്? ജീവിയായിട്ട് മാറുന്നു. ഓക്കെ. അപ്പോൾ ചെറിയ കോശങ്ങളിൽ നിന്ന് ജീവിതയാത്ര തുടങ്ങിയിട്ടാണ് നമ്മൾ ഇത്രയും വലുതായിട്ടുള്ളത് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. 2-3 ക്വസ്റ്റ്യൻസ് കേട്ടോ. കോശങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും തന്നിട്ടുണ്ട്. ശരിയല്ലാത്തത് ഏതെല്ലാമാണ്? എല്ലാ കോശങ്ങളിലും കോശ ഭിത്തിയുണ്ട്. ഭിത്തിയുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞു സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിൽ എന്തില്ല? സസ്യകോശത്തിൽ എന്തുണ്ട്? കോശഭിത്തിയുണ്ട്. ജന്തുകോശത്തിൽ എന്തില്ല? കോശഭിത്തിയില്ല. എല്ലാ കോശങ്ങളിലും കോശസ്തരമുണ്ട്. ശരിയാണ്. കോശസ്തരം എല്ലാത്തിലുണ്ട്. സസ്യകോശത്തിലും ജന്തുകോശത്തിലുണ്ട്. എല്ലാ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. തെറ്റാണല്ലേ. ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? സസ്യകോശങ്ങളിൽ മാത്രമാണ് ഉള്ളത്. എല്ലാ കോശങ്ങളിലും കോശദ്രവ്യമുണ്ട്. ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കൂ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ പ്രസ്താവനകളിൽ എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ്?
ജീവജാലങ്ങളുടെ കോശങ്ങളിൽ വൈവിധ്യമില്ല എന്ന് പറയുന്നുണ്ട്. ജീവജാലങ്ങളുടെ കോശങ്ങളിൽ വൈവിധ്യമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ എല്ലാ വസ്തുക്കളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. അപ്പോൾ അതിൽ ശരിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതാണ്? എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. തന്നിരിക്കുന്നവ ക്രമമായിട്ട് എഴുതുക. ഏതാണ്? ആദ്യം തന്നെ കോശങ്ങൾ വരും, കോശങ്ങൾ കൂടി ചേർന്ന് കലകൾ വരും, കലകൾ കൂടി ചേർന്ന് അവയവം വരും, അവയവം കൂടി ചേർന്ന് അവയവ്യവസ്ഥ വരും, അതിനുശേഷം ജീവി വരും. ഏകകോശ ജീവികളുടെ കോശം ചെറുതും ബഹുകോശ ജീവികളുടെ കോശം വലുതുമാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഏകകോശ ജീവികളുടെ കോശം ചെറുതെന്നല്ല നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. അവിടെ എന്താണ്? വലിപ്പ വ്യത്യാസത്തിന് കാരണം എന്താണ്? എണ്ണമാണെന്ന് പറഞ്ഞു അല്ലേ. ഏകകോശ ജീവികളുടെ കോശം എന്ന് പറയുന്നത് രണ്ട് കോശങ്ങളും ഏകകോശ ജീവിയാണെങ്കിലും ബഹുകോശ ജീവിയാണെന്നുണ്ടെങ്കിലും കോശമൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസം വരുന്നത് എന്താണ്? ഏകകോശ ജീവികളിൽ ഒറ്റ കോശം മാത്രമേ ഉള്ളൂ. ബഹുകോശ ജീവികളാണെന്നുണ്ടെങ്കിൽ എന്താണ്? കൂടുതലായിട്ട് കുറേ കോശങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എണ്ണത്തിലാണ് വരുന്നത് എന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ്? മാറ്റങ്ങളുടെ ലോകമാണ്. നമുക്കറിയാം ലീന ലായക വരുന്നത് അല്ലേ. ആ ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.